നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 23 വ്യാഴാഴ്ചയാണ്. 2 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് തിരികെ എത്തുകയാണ്. ചൊവ്വാഴ്ച നടന്ന മുഹൂർത്ത് ട്രേഡിംഗ് ദിവസത്തിൽ ചെറിയ പോസിറ്റിവിറ്റിയിലാണ് നിഫ്റ്റിയും സെൻസെക്സും ക്ലോസ് ചെയ്തതെങ്കിൽ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഏതായാലും ഇന്നും നമുക്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. എല്ലാ വാർത്തകളിലേക്കും വരാം. ആദ്യം ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് വരാം. ഉത്സവ ചെലവുകളും GST വെട്ടിക്കുറയ്ക്കലും കാരണം ഈ ദീപാവലി സീസണിൽ UPI ഇടപാടുകളിൽ റെക്കോർഡ് ഉയരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒക്ടോബർ 18-ന് UPI 1.02 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന 754 ദശലക്ഷം പേയ്മെന്റുകൾ പ്രോസസ് ചെയ്തു. GST വെട്ടിക്കുറയ്ക്കലിന് ശേഷം വലിയ വിൽപ്പനയാണ് എല്ലാ മേഖലകളിലും കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ദീപാവലി വിൽപ്പന 6.05 ലക്ഷം കോടി രൂപയിൽ എത്തിയിരുന്നു. ഇന്ത്യൻ വ്യാപാര ചരിത്രത്തിലെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു ഇത്. എല്ലാ മേഖലകളിലും ഈ ഫെസ്റ്റിവൽ സീസണിൽ റെക്കോർഡ് പ്രകടനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ പുതിയ UPI പേയ്മെന്റിലും റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇതേ കാലയളവിൽ ശരാശരി ഇടപാട് മൂല്യം 75,389.4 കോടിയിൽ നിന്ന് 87,568.7 കോടി രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഒക്ടോബറിൽ ശരാശരി പ്രതിദിന ഇടപാടുകൾ 92,909.4 കോടി രൂപയിലെത്തി. സെപ്റ്റംബറിൽ അത് വെറും 83,200.3 കോടി രൂപയായിരുന്നു. മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തയിലേക്കാണ്. 2026 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ വളം ഇറക്കുമതി 75% വർദ്ധിച്ച് 11 ദശലക്ഷം ടണ്ണിലെത്തി. വരാനിരിക്കുന്ന റാബി സീസണിലേക്കുള്ള വിതരണം ഉറപ്പാക്കി. ഫെർട്ടിലൈസർ ഇറക്കുമതിയിൽ 75% വർധനവാണെങ്കിൽ യൂറിയ ഇറക്കുമതിയിൽ 138% വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 3.98 മെട്രിക് ടണ്ണിലെത്തി. കഴിഞ്ഞ ഖാരിഫ് സീസണിലെ യൂറിയ ക്ഷാമത്തെ തുടർന്നാണ് ഈ കുതിച്ചുചാട്ടം. അന്ന് ഡിമാൻഡ് 5%-ലധികം വർദ്ധിച്ചു. ഏതായാലും ഫെർട്ടിലൈസർ മേഖലയിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണത്. പ്രത്യേകിച്ച് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് NFL, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് RCF, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ GSFC, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ്, FACT തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. അടുത്തതായി ലേശം ആശങ്കപ്പെടുന്നതും എന്നാൽ കൗതുകകരമായൊരു വാർത്തയിലേക്കാണ്. ആമസോൺ അതിന്റെ പ്രവർത്തനങ്ങളുടെ 75% ഓട്ടോമാറ്റ് ചെയ്യാൻ പദ്ധതിയിടുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 5 ലക്ഷം തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. 2033 ആകുമ്പോഴേക്കും വിൽപ്പന ഇരട്ടിയാക്കുന്നതിനും മനുഷ്യ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കുറയ്ക്കുക എന്നതുമാണ് കമ്പനിയുടെ റോബോട്ടിക്സ് ടീം ലക്ഷ്യമിടുന്നത്. 2027 ആകുമ്പോഴേക്കും 1,60,000 തൊഴിലാളികളെ നിയമിക്കുന്നത് ഒഴിവാക്കാൻ ഈ ഓട്ടോമേഷൻ ആമസോണിനെ സഹായിക്കും. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം എല്ലാ മേഖലകളിലും ഭാവിയിൽ വരാൻ സാധ്യതയുള്ള തൊഴിലവസരങ്ങൾ കുറയ്ക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇനി മറ്റു ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ബുധനാഴ്ച വാൾ സ്ട്രീറ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. സമ്മിശ്രമായ കോർപ്പറേറ്റ് വരുമാനവും പ്രത്യേകിച്ച് നെറ്റ്ഫ്ലിക്സിന്റെ ദുർബലമായ ഫലങ്ങളുമാണ് വിപണി ഇന്നലെ ഇടിയാൻ കാരണമായത്. ഇന്നലത്തെ ഇടിവിന്റെ മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ ട്രംപ് ഭരണകൂടം US സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള ചൈനയ്ക്കുള്ള കയറ്റുമതി നിയന്ത്രിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതോടെ ടെക് കമ്മ്യൂണിക്കേഷൻ സേവന ഓഹരികളാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. കൂടാതെ ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന കൂടി വന്നിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി വളരെ നല്ല ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിക്കുന്നതായി US പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ ഈ മാസം അവസാനം ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന കൂടിക്കാഴ്ച നടക്കില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നാളെ വെള്ളിയാഴ്ചയാണ് US-ൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരുന്നത്. ഫെഡറൽ റിസർവിന്റെ ഒക്ടോബർ മീറ്റിംഗിന് മുന്നോടിയായുള്ള ഈ ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി വലിയ ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. 1.32% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് 0.15% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.22% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി നല്ല നേട്ടത്തിലാണ്. 26,268-ൽ 345 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നിലവെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 250 മുതൽ 260 പോയിന്റ്സിൻ്റെയൊക്കെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തതായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ള ഗോൾഡ് പ്രൈസിലേക്ക്. ഗോൾഡ് പ്രൈസിൽ മിനിഞ്ഞാന്ന് 5.74% വലിയ ഇടിവുണ്ടാക്കിയപ്പോൾ അതിനുശേഷം ഇന്നലെ 1% നഷ്ടമാണ് ഉണ്ടാക്കിയത്. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും നഷ്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 92,320 രൂപയാണ്. അടുത്തതായി ഓയിൽ പ്രൈസുകളിലേക്കാണ്. ബുധനാഴ്ച ഓയിൽ പ്രൈസുകളിൽ വലിയ കുതിച്ചുചാട്ടമാണ് കണ്ടത്. 3% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഭാരത് ഇലക്ട്രോണിക്സ്.
സെൻസറുകൾ, ആയുധങ്ങൾ, അഗ്നി നിയന്ത്രണം, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് 633 കോടി രൂപയുടെ ഓർഡർ ഭാരത് ഇലക്ട്രോണിക്സിന് ലഭിച്ചു. അടുത്ത് കിർലോസ്കർ ഫെറസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. ട്യൂബിങ്ങും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിനായി ONGCയിൽ നിന്ന് 358 കോടി രൂപയുടെ കരാർ കമ്പനി നേടി. അടുത്തതായി HCL ടെക്നോളജീസ് ആണ്. ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ AI ഉപയോഗിക്കുന്നതിന് ദുബായ് ഇസ്ലാമിക് ബാങ്കുമായി, അതായത് DIBയുമായി ഒരു പങ്കാളിത്തത്തിൽ HCL ടെക്നോളജീസ് ഏർപ്പെട്ടു. അടുത്ത ഫ്യൂഷൻ ഫിനാൻസ് എന്ന കമ്പനിയാണ്. ഒരു കോർപ്പറേറ്റ് ഏജന്റുമായി പ്രവർത്തിക്കാനും ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാനും IRDAയിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. അടുത്ത സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് ആണ്. മേഘ സിറ്റി ഗ്യാസുമായി അതിൻ്റെ ഫ്ലീറ്റ് പ്രോഗ്രാം സേവനങ്ങൾക്കായി 5 വർഷത്തെ കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. അടുത്ത നെക്ടർ ലൈഫ് സയൻസ് എന്ന കമ്പനിയാണ്. 1338 കോടി രൂപയുടെ കടം കമ്പനി പൂർണ്ണമായും അടച്ചു തീർത്തിരിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കമ്പനി ഭാരതി എയർടെൽ ആണ്. കസ്റ്റമർ എക്സ്പീരിയൻസ് ഡയറക്ടർ ശിവൻ ഭാർഗവ രാജിവെച്ചു. 3 മുതൽ 4 മാസത്തിനുള്ളിൽ വിരമിക്കും. അടുത്തത് ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജി എന്ന കമ്പനിയാണ്. ത്രിവേണി പെല്ലറ്റ്സിൻ്റെ 49.99% ഓഹരികൾ കമ്പനി വാങ്ങി. ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിന് 285.88 കോടി രൂപയുടെ ഓഹരികൾ നൽകി. അടുത്തതായി റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ജെയിൻ റിസോഴ്സ് റീസൈക്ലിംഗ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 77% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 99.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 51.8% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 2113.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഇപാക് പ്രീ ഫാബ് ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 104.2% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 29.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 61.9% വർധനവ് രേഖപ്പെടുത്തി. 433.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമെന്ന് പറയാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾഗേറ്റ് പാമോലീവ് ഇന്ത്യ, ലോറിസ് ലബോറട്ടറീസ്, PTC ഇന്ത്യ, ടാറ്റ ടെലി സർവീസസ്, ഫാബ്ടെക് ടെക്നോളജീസ്, ജുംബോ ബാഗ്, ആന്ധ്ര സിമൻസ്, സാഗർ സിമൻസ്, സൗത്ത് ഇന്ത്യൻ പേപ്പർ മിൽസ്, വർദ്ധൻ ടെക്സ്റ്റൈൽസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. അടുത്ത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 97 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 607 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. മുഹൂർത്ത് ട്രേഡിംഗ് ദിവസം ക്ലോസ് ചെയ്ത് നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. 25,869 0.10% ഉയർന്നാണ് നിഫ്റ്റി ചൊവ്വാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഇനിയൊരു സെല്ലിംഗ് സോൺ ആവാൻ സാധ്യതയുള്ളത് അപ്സൈഡിൽ 25,135 ഓൾ ടൈം ഹൈ ലെവൽ കൂടി ഈ ഒരു സോണിലാണുള്ളത്. ഈ ഒരു ലെവലും കൂടാതെ ഓൾ ടൈം ഹൈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് നല്ല മൂവ്മെൻ്റ് ആണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. ക്യാൻഡിലുകൾക്കെല്ലാം നല്ല സ്ട്രെങ്ത് ആണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് ക്യാൻഡിലുകളുടെ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. വരും ദിവസങ്ങളിലെ ക്യാൻഡിൽ കൂടി നമുക്ക് അതിനൊരു കൺഫർമേഷൻ തരും. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,850 സ്ട്രൈക്കിൽ 28% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 20% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണുള്ളത്. 25,800 സ്ട്രൈക്കിൽ 22% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 3% മാത്രം വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,900 സ്ട്രൈക്കിൽ 60% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 36% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ദുർബലമാണെന്നും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നുമാണ് കാണുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,900 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,800 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,007 26 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ചൊവ്വാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് 58,162 പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയയാണ്. ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ അപ്സൈഡിൽ ഫോക്കസ് ചെയ്യേണ്ടത് അപ്സൈഡിൽ ഈ കാണുന്ന ഈ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ തന്നെയാണ്. ഏകദേശം ഒരു 1,500-2,000 പോയിന്റ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിക്ക് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 58,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 57,500. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്.
കൂടാതെ ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷനിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി 55% ഡിസ്കൗണ്ടോട് കൂടി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.